ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അടീനിയം എല്ലാം ഇന്ന് പ്രൂൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്യുന്ന ഇത്ര അടീനിയം പ്രൂൺ ചെയ്യാൻ പോകുന്നത്. ആ പ്രൂൺ ചെയ്യുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് പ്രൂൺ ചെയ്യാൻ പോകുന്നത് ഈ ഡബിൾ പെറ്റൽ അടീനിയമാണ്. ഇത് ജനുവരി മാസമായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയൊന്നും അധികം കാണത്തില്ല. മഴയുള്ള സമയത്തൊന്നും നമ്മൾ പ്രൂൺ ചെയ്യത്തില്ല. ഇനിയിപ്പം ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ശരിക്ക് പൂക്കൾ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അടീനി എടുത്ത് വെച്ചിരിക്കുന്നത്. അടീനി ഇനിയും ഉണ്ട്. ഇന്ന് പ്രൂൺ ചെയ്യുന്ന ഇത്രയാണ്. അതിന് നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ നല്ല ബ്ലേഡോ വേണം. അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഫംഗൽ ബാധ ഉണ്ടാകും. ഞാനിപ്പം സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ബ്ലേഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്യാൻ. ഇതൊരു 2 ഇഞ്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് പ്രൂൺ ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ പ്രൂൺ ചെയ്തു. ചരിച്ച് വേണം ഒന്ന് നമ്മൾ വെട്ടി കൊടുക്കാനെ കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയമാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തായിട്ട് വേറെ അടീനി കിളിച്ച് വരും. ആ അടീനി ഇതിനകത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ അല്ലാതുള്ളതിന് ശക്തി കുറയും. അതിന് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ താഴെ കിളിച്ച് വരുന്ന അടീനിയത്തിൻ്റെ കമ്പെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിൽ വരുന്ന വെള്ളം നമ്മളിങ്ങനെ കളയണം. കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു ഫംഗിസൈഡ് അത് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കണം. അതുപോലെ പഴയ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഈ സാഫ് പൂത്ത് കിടക്കണം. ചിലർ മെഴുകുതിരി ഒഴിക്കും. ഇപ്പം മഴയുടെ കൂടുതൽ ശല്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സാഫ് തന്നെ മതി. ഒരു ഫംഗിസൈഡും ആകും. എന്തെങ്കിലും ഫംഗൽ ബാധ ഉണ്ടെങ്കിൽ ഇതങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടീനിയത്തിന് സാഫ് വരുത്തുന്നത്. ഈ മുറിപ്പാടിലെല്ലാം ഒന്ന് പരത്തി കൊടുക്കണം. പ്രൂൺ ചെയ്യാൻ പോകുന്നത് നിറച്ച് ഡബിൾ പെറ്റലാ. പൂവും കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തോന്നത്തില്ല. എങ്കിൽ തന്നെ അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെങ്കിൽ ഇതിന് ഇനി അടുത്ത 2 ബ്രാഞ്ച് വന്നിട്ട് നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് മേപ്പോട്ട് പോകത്തതേ ഉള്ളൂ. ഇതിന് ബ്രാഞ്ചുകളൊന്നും ഉണ്ടാകത്തില്ല. അതിനാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഞാൻ ഇതുകൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിക്ക് കിളിച്ച് വരുന്ന ഷൂട്ടുകളാണ്. ഈ ഷൂട്ടൊക്കെ നമുക്ക് വെട്ടിക്കളയണം നമുക്ക്. അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ കിളിച്ച് കഴിഞ്ഞാൽ ഈ അടീനിയത്തിന് അത്രയും ശക്തി കിട്ടത്തില്ല ഉണ്ടാകുമ്പോൾ. അതിന് ഇങ്ങനെയുള്ള കിളിച്ച് വരുന്ന അടീനിയൊന്നും നമുക്ക് വെച്ചേക്കരുത്. ടിഷ്യൂ പേപ്പർ വെച്ച് വെള്ളമെല്ലാം ഒപ്പിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് സാഫ് വെട്ടി കൊടുക്കാം.
ഇതുപോലെ നമുക്ക് എല്ലാ അടീനിയങ്ങളും പ്രൂൺ ചെയ്യണം. അടീനി എല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് നല്ലതുപോലെ കിളിച്ചൊക്കെ വരാനെ കൊണ്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. അതിന് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, സൂഡോമോണസ്, പൊട്ടാഷ്യം. അപ്പം നമ്മൾ ഇത് വേണം ഇനി കിളിച്ച് വരാനായിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കിളിച്ച് വന്നതിന് ശേഷം നമുക്ക് പൂവിടാനുള്ള വളങ്ങൾ കൊടുക്കണം. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ ചുവടിളക്കാം. ഇതിൻ്റെ ചുവടിളക്കണം. അതിന് ചുവടിളക്കാനായിട്ട് ഞാൻ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന റോളില്ലേ, അതിൻ്റെ ഒരു കമ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എളുപ്പം ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ചുവടെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ വളം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ വേണം ഇട്ട് കൊടുക്കാനെ കൊണ്ട്, ദൂരെ എങ്ങും ഇട്ട് കൊടുക്കുക. സൈഡ് നോക്കി ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാതെ നമ്മൾ ദൂരെ ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂട് നനയണം. ചൂട് നനച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ അടീനിയും എല്ലാം പ്രൂൺ ചെയ്ത് അതിന് വളവും ഇട്ട് കൊടുത്ത് ഇനി ഒരു കിളിച്ചെല്ലാം കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പോഴത്തേനെല്ലാം നല്ലതുപോലെ കിളിച്ച് വരും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് പൂവുണ്ടാകാനുള്ള വളം കൊടുക്കണം അടുത്തതായിട്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ അടീനിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പോൾ ഈ സമയത്തൊന്ന് പ്രൂൺ ചെയ്ത് വെക്കണേ. പ്രൂൺ ചെയ്ത് വെക്കുമ്പം നല്ല ബ്രാഞ്ചും ഒക്കെ വന്നിട്ട് നല്ല പൂക്കൾ അടുത്ത മാസം ആകുമ്പോഴത്തേനും നല്ലതുപോലെ പൂവ് നിറച്ചാവും. പൂവാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതെല്ലാം.